ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് ഞാൻ ഞായറാഴ്ച കൊണ്ട് താമസിച്ചാണ് എഴുന്നേറ്റത്. മീനുന് സ്കൂളിൽ പോകണ്ടല്ലോ, അപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങി. അതിന് രാവിലെ തന്നെ ഞാൻ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു, പിന്നെ ചായ ഇട്ടു. എന്നിട്ട് പുട്ടായതുകൊണ്ട് ഇച്ചിരി താമസിച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ അരിയെല്ലാം കഴുകി റൈസ് കുക്കറിലോട്ട് വെച്ച് എന്നിട്ട് ചായയൊക്കെ തിളച്ച് മീനോട്ടന് പാല് കൊടുത്തു. ഞാൻ ചായയും കുടിച്ചു. അപ്പോൾ ഇന്നലെ കുറേ കൂർക്ക ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇന്നലെ തന്നെ ഞാൻ ചിരണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക മെഴുക്ക് പുരട്ടി. മീനൂന് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കിങ്ങനെ കൊച്ചുള്ളിയെ വെച്ച് ഇങ്ങനെ എന്തുവാ ചതച്ചിട്ട് ക്രഷ്ഡ് ചില്ലിയൊക്കെ വെച്ചിട്ട് ഈ കൂർക്ക വേറൊന്നും ചെയ്യണ്ട, ഇത്രയും മാത്രം ഞാൻ കൊച്ചുള്ളിയും ചതച്ച കടുക് വറുത്ത് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് എന്താ ടേസ്റ്റ് എന്നറിയാവോ. കൂർക്കയിട്ട് മെഴുക്കോട്ട് വെച്ചാൽ ആ ചട്ടിക്കകത്ത് നമുക്ക് ചോറിട്ട് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറഞ്ഞപ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. ഈ ഒരു മണമൊക്കെയോ എന്തോ എൻ്റെ പൊന്നോ എന്തോ. എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ അകത്തോട്ടാണ് ഇത് ഞാൻ ഒറ്റ വിസിലടിച്ചെടുത്തേ. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ആ വെള്ളത്തോട് തന്നെ അങ്ങോട്ട് ഒഴിച്ചെടുത്ത് കുറച്ചുകൂടെ അങ്ങ് വേവിച്ചെടുത്തു. നല്ല ഈ ഒരു പഴയത്തെ എന്താ മണമെന്നറിയാവോ. പിന്നെ ഞാൻ എന്തുവാ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചി അതും ഞാൻ കൃഷിയുടെ ചെല്ലിയിട്ടാണ്. അപ്പോൾ മീനോട്ടന് എഴുന്നേറ്റെല്ലാം വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ മീനോട്ടന് പുട്ടും ഉണ്ടാക്കി ഞാനും കഴിച്ചു. അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് കുറച്ച് മുട്ട വറുക്കാണ് വെച്ചു. അങ്ങനെ ഞാൻ തിരിച്ചിടുന്നത് ഇച്ചിരി ദൈവമേ പൊട്ടരുതേ പൊട്ടെ, ഈ കൊച്ചനെ വെട്ടും. കാരണം ഇച്ചിരി എണ്ണ കൂടിപ്പോയി ഗൈസ്. അവിടെ ഒന്ന് ചൂടാകൂ. തിരിച്ചിടാം. സാഹസികം അതിനൊരു പൊട്ടിയാൽ കുഴപ്പമുണ്ടോ? പൊട്ടിയത് എനിക്ക്. അയ്യോ പൊട്ടല്ലേ പൊട്ടില്ല. നമ്മളെ ബുൾസയായി. സൂപ്പർ, അടിപൊളി. മടക്കി ഇങ്ങനെ വെക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. ഓഹാ, ഞാൻ പിന്നെ വേറൊരു മുട്ടയും കൂടെ അങ്ങോട്ട്, പക്ഷെ ആ മുട്ട അങ്ങോട്ട് ശരിയായില്ലായിരുന്നു, അത് പൊട്ടിപ്പോയി. ആ മുട്ട എനിക്കും കിട്ടി, നല്ല മുട്ട മീനോട്ടനും കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ആ കൂർക്ക മെഴുക്ക് പുരട്ടി ഇല്ലയോ, അതെല്ലാം വേറൊരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ചോറും ഇട്ട് കുറച്ച് ഉപ്പിന് ഒരു അവസ്ഥ എടുത്തോണ്ട് വന്ന് കുരുമുളക് പൊടിയാണ്, ഒരു വെളിവും ഇല്ലാന്ന് മീനോട്ടനോട് പറയുക. പിന്നെ ഞാനതിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എൻ്റെ പൊന്നോ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ. ഈ ഒരു മെഴുക്ക് പുരട്ടി എന്നല്ല, ഏതൊരു മെഴുക്ക് പുരട്ടി പാത്രത്തിലും ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കാനും മീന് പറയാം അയ്യോ നാണക്കേടാന്ന്. ഒരു നാണക്കേടും എനിക്ക് തോന്നിയില്ല. എന്താ രുചിയെന്നറിയാമോ, സത്യമായിട്ടും സൂപ്പറായിരുന്നു. അങ്ങനെ കഴിച്ചാൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്നാൽ കഴിച്ച് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കിട്ടുന്നത്.